പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 5 തിങ്കൾ. യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വചനം ഒരു വാക്യം മാത്രമാണെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റാൻ കഴിയുന്നവയാണ്. അവിടെ ആദ്യമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള അറിവിനെ ഇവിടെ സൂചിപ്പിക്കുന്നു. യിരെമ്യാവിൻ്റെ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ, അവൻ്റെ പേര് ആരും വിളിക്കുന്നതിന് മുൻപേ ദൈവം അവനെ അറിഞ്ഞിരുന്നു. അറിയുക എന്നുള്ളത് വെറും വിവരമറിയുന്നതല്ല, സ്നേഹത്തോടെ ആഴത്തിൽ അറിയുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. ലോകം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ വിദ്യാഭ്യാസം, കഴിവ്, നിലപാട് എന്നിവയാലായിരിക്കാം. എന്നാൽ ദൈവം നമ്മെ അറിയുന്നത് നമ്മുടെ ജനനത്തിന് മുൻപ് തന്നെയാണ്. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും ശ്രേഷ്ഠത. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ആർക്കും വേണ്ടാത്തവനാണ് എന്ന ചിന്ത ആരുടെയെങ്കിൽ മനസ്സിൽ ഉണ്ടാകുകയാണ് എങ്കിൽ അതിന് ദൈവത്തിൻ്റെ വചനം മറുപടി പറയുന്നു, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. വീണ്ടും വേദഭാഗം സൂചിപ്പിക്കുന്നു, രൂപപ്പെടുത്തിയതിന് മുൻപേ. നമ്മുടെ ജനനം ഒരു യാദൃച്ഛിക സംഭവമല്ല എന്നത് ഇവിടെ കുറിക്കുന്നു. ദൈവത്തിൻ്റെ രൂപകൽപ്പനയിൽ നിന്നാണ് ഓരോ ജീവനും പിറക്കുന്നത്. നമ്മുടെ നിറം, കഴിവ്, കുടുംബം എല്ലാം ദൈവത്തിൻ്റെ അറിവിലും അനുവാദത്തിലുമാണ്. ദൈവം രൂപപ്പെടുത്തിയ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ട്. ജീവിതത്തിൽ ചിലപ്പോൾ നാം ചോദിച്ചേക്കാം, എനിക്കിത്ര ബുദ്ധിമുട്ട് എന്തിന്? എൻ്റെ വഴി എന്തുകൊണ്ട് ഇത്ര കഠിനം? പക്ഷേ വചനം ഓർമ്മിപ്പിക്കുന്നു, ദൈവം രൂപപ്പെടുത്തിയ ജീവിതത്തിൽ വ്യർത്ഥമായതൊന്നും ഇല്ല. വേദഭാഗം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതിലൂടെ വേർതിരിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായിട്ട് നാം ഓരോരുത്തരും ആയിത്തീർന്നിരിക്കുന്നു എന്നത് കുറിക്കുന്നു. യിരെമ്യാവ് പ്രവാചകനാകുന്നതിന് മുൻപേ ദൈവം അവനെ വിശുദ്ധീകരിച്ചു. ഇതർത്ഥമാക്കുന്നത് ലോകത്തിനായി അല്ല, ദൈവത്തിനായി വേർതിരിച്ച ഒരു ജീവിതത്തെക്കുറിച്ചാണ്. ഇന്ന് നാം ജീവിക്കുന്ന ലോകം നമ്മെ പല വഴികളിലേക്കും വലിച്ചിഴയ്ക്കുന്നു. എന്നാൽ വചനം ചോദിക്കുന്നു, നിന്റെ ജീവിതം ആർക്കു വേണ്ടിയാണ്? നാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ ആണെങ്കിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തീരുമാനങ്ങളും വ്യത്യസ്തമായിരിക്കും. വചനം വീണ്ടും പറയുന്നു, ജാതികൾക്ക് പ്രവാചകനായി. ദൗത്യമുള്ളതായ ഒരു ജീവിതത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. യിരെമ്യാവിന് ദൈവം നൽകിയ വെളി അവൻ്റെ സൗകര്യത്തിന് അനുയോജ്യമായിരുന്നില്ല. പ്രതിഷേധവും വേദനയും ഒറ്റപ്പെടലും നിറഞ്ഞതായ ദൗത്യം. എന്നാൽ ദൈവത്തിൻ്റെ വിളി എപ്പോഴും സൗകര്യത്തിനല്ല, ഉദ്ദേശത്തിനാണ്. ഇന്ന് നമ്മയും ദൈവം വിളിക്കുന്നുണ്ട്. ചിലരെ കുടുംബത്തിനായി, ചിലരെ സഭയ്ക്കായി, ചിലരെ സമൂഹത്തിനായി. എവിടെയായാലും ദൈവം വിളിച്ച സ്ഥലമാണ് നമ്മുടെ വിശുദ്ധ വേദി എന്നത് തിരിച്ചറിഞ്ഞ് ആ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം ചോദിക്കുന്നു, നീ ഒരു ഉദ്ദേശത്തോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടവനായി, നീ ദൈവത്താൽ അറിയപ്പെടുന്നവനാ, നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാ. നിന്റെ ജീവിതത്തിൽ ഒരു ദൈവ ദൗത്യമുണ്ട്. ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഭയത്തോടെയോ ആശയക്കുഴപ്പത്തോടെയോ അല്ല, ദൈവം നമ്മെ വിളിക്കുന്നതിനനുസരിച്ചുള്ള ബോധ്യത്തോടെ, ദൈവത്തിലുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജനനത്തിന് മുൻപ് ഞങ്ങളെ അറിഞ്ഞതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ
ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യവും ദൗത്യവും ഞങ്ങൾക്ക് പുതുതായി വെളിപ്പെടുത്തണമേ. നിരാശപ്പെടുന്ന മനസ്സുകളെ ഉണർത്തണമേ. ലക്ഷ്യം മാറുന്ന ജീവിതങ്ങളെ തിരികെ വിളിക്കണമേ. നീ രൂപപ്പെടുത്തിയ ജീവിതം നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.